പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്നും ഒരു കഥ തന്നെയാണ് പറയാൻ പോകുന്നത്. അതും ഒരു കഴുതയുടെ കഥ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ട കഥ ബിലയാമിൻ്റെ കഴുതയെക്കുറിച്ചാണ്. ബിലയാമിനോട് ദൈവം സംസാരിക്കാൻ പറഞ്ഞ ചില വാക്കുകൾ കഴുത സംസാരിക്കുകയും ബിലയാമിനെ മാനസാന്തരപ്പെടുത്തുകയൊക്കെ ചെയ്ത ആ ഒരു കഥയാണ് നമ്മളിവിടെ കേട്ടത്. എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യേശുക്രിസ്തു സ്നേഹിച്ച കഴുതയെക്കുറിച്ചാണ്. ആ കഴുതയ്ക്കും ഒരു കഥ പറയാനുണ്ട്. നമുക്ക് ആ കഴുതയുടെ വായിൽ നിന്ന് നാം കേട്ട കഥയാണ് എങ്കിലും, കേട്ടുപരിചയമുള്ള കഥയാണെങ്കിൽ ആ കഴുതയുടെ വായിൽ നിന്ന് തന്നെ നമുക്കത് കേൾക്കുമ്പോൾ അത് വളരെ നല്ല രസമാണ്. അതുകൊണ്ട് നമുക്ക് ആ കഴുതയുടെ കഥ കേൾക്കാം. അന്ന് ആദ്യമായി എൻ്റെ തല ഉയർന്നു. പരിഹാസം കേട്ടും ചുമട് ചുമന്നും അപമാനഭാരത്താൽ താണുപോയ എൻ്റെ തല എൻ്റെ ചുറ്റുമുള്ള ലോകത്തെ, വിശാലമായ ആകാശത്തെ, അതിൽ സ്വതന്ത്രമായി ചിറക് വിരിച്ച് പറക്കുന്ന പക്ഷികളെ എല്ലാം കൂടി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ യജമാനനും കുടുംബവും ഉണ്ട്. അവരുടെയൊക്കെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വായ ആശ്ചര്യത്തോടെ തുറന്നുമിരിക്കുന്നു. എൻ്റെ അഭിമാനം വാനോളം ഉയർന്നു. അന്ന് എനിക്ക് എന്നോട് തന്നെ മതിപ്പ് തോന്നി. യജമാനൻ്റെ വില കൂടിയ അങ്കിയാണ് ഈ മണ്ണിൽ വിരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ തുണി അമ്മയോടും അലക്കുകാരനോടും കൂടെ പുഴയിലേക്ക് പോകും വഴി തുണിക്കെട്ട് അബദ്ധത്തിൽ താഴെ വീണു. വളരെ അബദ്ധത്തിലാണ് ഞാൻ ഈ അങ്കിയിൽ ചവിട്ടുകയും ചെയ്തു. ഇതിൻ്റെ പേരിൽ കിട്ടിയ അടിയുടെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. അങ്കിയിലൂടെ ഞാൻ ആദ്യം കാലെടുത്ത് വെച്ചു. ഇടം കണ്ണിട്ട് ഞാൻ എൻ്റെ യജമാനനെ നോക്കി. അദ്ദേഹം ഒരിക്കലും വിചാരിച്ചു കാണില്ല എനിക്ക് ചവിട്ടി നടക്കാൻ വേണ്ടി അതേ അങ്കി വിരിച്ചു തരണമെന്ന്. നടന്ന് ഞങ്ങൾ ചന്തസ്ഥലത്തെത്തി. അവിടെ നിന്നാണ് എന്നെയും അമ്മയെയും യജമാനൻ വാങ്ങിയത്. അന്ന് മുതൽ ചുമട് ചുമക്കലും അധ്വാനം മാത്രം. അനേകം കാളകളും അദ്ദേഹത്തിനുണ്ട്. ഒരിക്കലും ഒരു മൂരിക്കിടാവിൻ്റെ കൂടെ കളിക്കാൻ ചെന്നപ്പോൾ ആ മൂരിക്കിടാവ് എന്നെ കളിയാക്കി. നീ വെറും കഴുതയാണ്, നിനക്കൊട്ടും ബുദ്ധിയില്ല എന്ന് പറഞ്ഞു. എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ അമ്മയോട് ചെന്ന് സങ്കടം പറഞ്ഞു. അമ്മ എനിക്കൊരു കഥ പറഞ്ഞു തന്നു. പണ്ട് ഒരു മനുഷ്യന് തെറ്റ് തിരുത്തി കൊടുത്തത് ഈ ബുദ്ധിയില്ലാത്ത കഴുതയാണ്. നമ്മളാണ് അന്ന് ആ കഴുത മനുഷ്യഭാഷയിൽ സംസാരിച്ചത്രേ. അതുപോലെ ഒരു മനുഷ്യൻ നമ്മുടെ എല്ലുകൊണ്ട് 1000 പേരെ കൊന്നുവെന്ന് എനിക്കത്ര വിശ്വാസം വന്നില്ല. എങ്കിലും ഞങ്ങളെത്ര ചെയ്താലും ആരും അംഗീകരിക്കില്ലല്ലോ. അമ്മ പറഞ്ഞു, നീ ദൈവത്തോട് പറയൂ, ദൈവം നിൻ്റെ സങ്കടമെല്ലാം മാറ്റിത്തരും. ഒരു ദിവസം യജമാനൻ്റെ മകൻ എന്നെ കളിയാക്കി മണ്ടൻ കഴുത എന്ന് വിളിച്ചു. അന്ന് യേശുവിൻ്റെ നാമത്തിൽ അവനെ നിന്നെ ശാസിക്കുന്നു എന്ന് പറയാൻ വാ തുറന്നെങ്കിലും ബേ എന്ന ഒച്ച മാത്രമാണ് എന്നിൽ നിന്ന് വന്നത്. എൻ്റെ സങ്കടം ഇരട്ടിച്ചു. ഞാൻ പോയി വൈക്കോൽ കൂട്ടത്തിനരികെ പോയി പൊട്ടിക്കരഞ്ഞു. അന്നേരം എൻ്റെ മനസ്സിൽ വിചാരിച്ചു, ദൈവമില്ല, ആരുമില്ല. അല്ലെങ്കിൽ എൻ്റെ ഈ വിഷമം കണ്ട് ചേർത്ത് പിടിക്കില്ലയോ ഇല്ലായിരുന്നു. അന്നൊഴുക്കിയ കണ്ണുനീരിന് ഇന്നാണ് മറുപടി കിട്ടിയത്. 2 പേർ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ അവരുടെ കൂടെ പോയി. യേശുവിന് ഇവനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് യജമാനോട് പറയുന്നത് കേട്ടു. കാണാൻ കൊള്ളാത്ത, പൊക്കം കുറഞ്ഞ, കുറവുകളുള്ള യേശുവിന് ആവശ്യമുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാനാവില്ല. അപ്പോൾ യേശു അപ്പച്ചൻ എൻ്റെ അരികിൽ വന്ന് എന്നെ തലോടി. ആ തലോടലിൽ ഞാൻ അനുഭവിച്ച കുളിർമ. പിന്നെ അദ്ദേഹം എൻ്റെ പുറത്തിരുന്നു. എനിക്കൊട്ടും ഭാരം തോന്നിയില്ല. അഭിമാനത്തോടെ ഞാൻ ഗമയിൽ നടന്നു. എല്ലാവരും ഞങ്ങൾക്ക് മുൻപിൽ തല വണങ്ങി ഓശന്ന പാടുന്നു. എൻ്റെ ദൈവം എൻ്റെ അവസ്ഥ മാറ്റിമറിച്ചു. നാളെ മുതൽ ഞാനും വിലയുള്ളവനായി മാറും. എൻ്റെ ഡിമാൻഡും കൂടും. എൻ്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ ആളുകൾ തിരക്കി വരും. ഇത്രയും നാൾ എന്നെ ആർക്കും പരിചയമില്ലായിരുന്നു. ഇന്നു മുതൽ ഞാൻ പ്രശസ്തനായിത്തീരും. ഇതുപോലെ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങളുടെ ജീവിതവും തന്നെ മാറ്റിമറിയും. നിങ്ങളും വിലയുള്ളവരായിത്തീരും. അതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. ഈ കഴുതക്കുട്ടിയുടെ കഥയും നമ്മൾ കേട്ടു. നമ്മൾ കേട്ട കഥയാണെങ്കിലും ഈ കഴുത തന്നെ അത് പറയുമ്പോൾ ആ കഴുതയുടെ മനസ്സിലെ വേദനകൾ, പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. ദൈവത്തെ പോലും തള്ളിപ്പറയുന്നൊരവസ്ഥ പോലും ഉണ്ടായിരുന്നു. ദൈവമില്ല, ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നെല്ലാം പറയുന്ന അവസ്ഥ വന്നിരുന്നു. എങ്കിലും ദൈവം തക്ക സമയത്ത് ആ കഴുതയെ എടുത്ത് ഉപയോഗിച്ചു. അതാണ് ദൈവത്തിൻ്റെ കൈകീഴ് താണിരിപ്പിൻ, അവൻ നമ്മെ ഉയർത്തും. നാം എപ്പോഴും ആ തക്ക ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കണം. നാം പലപ്പോഴും നമ്മുടെ സമയമാണ് നാം ആഗ്രഹിക്കാറ്. നമുക്കിപ്പോൾ വേണം, ഇന്ന ദിവസം വേണം, ഇപ്പോൾ തന്നെ വേണം, ഇന്നതുപോലെ വേണം എന്നൊക്കെ നാം നമ്മുടെ മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കും. പക്ഷേ എന്നാൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവം നമ്മെ ഉയർത്തുമ്പോൾ, ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ, ദൈവം കൃപകളെ കൊണ്ട് നമ്മെ നിറയ്ക്കുമ്പോൾ അതിനായിട്ട് നമ്മെ ഒരുക്കും. ഒരു വൃത്തികേടായ ഒരു പാത്രത്തിൽ ഒന്നും ഭക്ഷണമോ മറ്റേത് സാധനങ്ങളോ ഒന്നും നമ്മൾ കഴിക്കാറില്ല. അത് വൃത്തിയാക്കി
തുടച്ച് അതിന് ശേഷമാണ് നല്ല ഭക്ഷണം അതിൽ പകരുക. അതുപോലെയാണ് ദൈവവും. ദൈവത്തിൻ്റെ ആ കരുണയിലും കാവലിലും നമുക്കായിരിക്കാം. അതുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കും. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തെ അനുസരിച്ച്, ദൈവത്തെ ആശ്രയിച്ച്, ദൈവത്തെ ജീവിക്കുക, ദൈവത്തിനായി കാത്തിരിക്കുക. അവൻ എപ്പോഴാണ് നമ്മെ അനുഗ്രഹിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് താണിരിക്കാം. ഈ കഴുതയെപ്പോലെ നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് ഓൾ.